ഹായ്, ഏവർക്കും എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. റിലേറ്റീവ് പ്രോനൗണുമായി ബന്ധപ്പെട്ട് മത്സര പരീക്ഷയിൽ ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റിനെ കുറിച്ചുള്ള ക്ലാസ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഫസ്റ്റ് ചോദ്യം തന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു റിലേറ്റീവ് പ്രോനൗണുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഫുള്ളും ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറയുമ്പോൾ തന്നെ ഈ പ്രോനൗൺ ആരുമായോ റിലേറ്റ് ചെയ്ത് നിൽക്കുന്നു എന്നതാണ്. ഇത് ആരുമായാണ് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത് ആ ചോദ്യത്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, നമുക്ക് ഓരോന്നും സോൾവ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ചോദ്യം, വി ഓൾവേസ് ലൈക്ക് ബോയ്സ് ഡാഷ് സ്പീക്ക് ദ ട്രൂത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിൽ തന്നിരിക്കുന്ന റിലേറ്റീവ് പ്രോനൗൺ ആരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നതാണ് നോക്കേണ്ടത്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നു ബോയ്സ്, അല്ലേ? ബോയ്സ് പറഞ്ഞാൽ എന്താ? മനുഷ്യനാണ്, അല്ലേ? ബോയ് പറഞ്ഞാൽ മനുഷ്യനാണ്. അപ്പോൾ ഈ ചോദ്യത്തിൽ മനുഷ്യനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന റിലേറ്റീവ് പ്രോനൗൺ ആണ് ആൻസർ ആയിട്ട് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അങ്ങനെ മനുഷ്യനുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്യുന്ന പ്രോനൗൺ ഏതാണ്? മനുഷ്യനുമായി ബന്ധപ്പെട്ട റിലേറ്റീവ് പ്രോനൗൺ ഉണ്ട്, സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട റിലേറ്റീവ് പ്രോനൗൺ ഉണ്ട്, അതുപോലെ തന്നെ തിങ്സ് വസ്തുക്കളുമായി ബന്ധപ്പെട്ട റിലേറ്റീവ് പ്രോനൗൺ ഉണ്ട്, അനിമൽസുമായി ബന്ധപ്പെട്ട റിലേറ്റീവ് പ്രോനൗൺ. ഓക്കെ, അപ്പോൾ ഓരോന്നുമായി ബന്ധപ്പെട്ട റിലേറ്റീവ് പ്രോനൗൺ നമ്മൾ അതാത് ചോദ്യങ്ങളിൽ നോക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഈ ചോദ്യം എന്താ? മനുഷ്യനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന റിലേറ്റീവ് പ്രോനൗൺ നമുക്ക് എഴുതുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മനുഷ്യനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന റിലേറ്റീവ് പ്രോനൗൺ ഏതൊക്കെയാ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഹൂവും, അല്ലെ, ഹൂ, ഹും, ഹൂസ്, ഈ മൂന്നെണ്ണമാണ് മനുഷ്യനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന റിലേറ്റീവ് പ്രോനൗൺ. ഓക്കെ, ആ മത്സര പരീക്ഷയിൽ പ്രത്യേകിച്ച് ചോദിക്കാറുള്ളത് ചോദ്യം മനുഷ്യനെ കുറിച്ചാണെങ്കിൽ ഓപ്ഷനിൽ ഹൂവും ഹുമ്മും ഹൂസും നിർബന്ധമായിട്ടും ഉണ്ടാവും. പിന്നെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യും, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ വളരെ എളുപ്പ വഴിയാണ് നമുക്ക് ഇവിടെ നോക്കാനുള്ളത്. സോ മനുഷ്യനെ കുറിച്ചാണ് മനസ്സിലായി ചോദ്യം. അപ്പോൾ ഹൂ വരാം, ഹുമ്മ് വരാം, അല്ലെങ്കിൽ ഹൂസ് വരാം. ഓക്കെ, ഇനി എങ്ങനെയാണ് നമുക്ക് ഇതിൽ ഹൂ ആണോ ഹുമ്മാണോ ഹൂസ് ആണോ ഉപയോഗിക്കുന്നത്? വളരെ നിസ്സാരമായിട്ട് ഒരു ചെറിയ ട്രിക്ക് വെച്ച് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഈ പറയുന്ന ഡാഷിലാണ് നമുക്ക് ഏതോ ഒരു റിലേറ്റീവ് പ്രോനൗൺ എഴുതാനുള്ളത്. ഈ ഡാഷിന് ശേഷം തുടങ്ങുന്ന സെന്റൻസിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കിയ ശേഷം നമുക്ക് എന്ത് എഴുതാം? അത് ഹൂ ആണോ ഹുമ്മാണോ ഹൂസ് ആണോ എന്നുള്ളത് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ 3 റൂള് ഓൾറെഡി ഇവിടെ പറയുന്നുണ്ട്. ക്ലിയർ? ശ്രദ്ധിച്ചിരിക്കാം. ഡാഷിന് ശേഷം ഒരു സെന്റൻസ് തുടങ്ങുന്നത് വെർബ് കൊണ്ടാണ് അല്ലെങ്കിൽ ഓക്സിലറി വെർബ് കൊണ്ടാണെങ്കിൽ. ക്ലിയർ? ഡാഷിന് ശേഷം റൂൾ നമ്പർ 1 ആണ് ഇവിടെ പറയുന്നത്. ഡാഷിന് ശേഷം ക്ലിയർ ഒരു സെന്റൻസ് തുടങ്ങുന്നത് വെർബ് കൊണ്ടോ അല്ലെങ്കിൽ ഓക്സിലറി വെർബ് കൊണ്ടോ ആണെങ്കിൽ ഈ ചോദ്യം പ്രതിനിധീകരിക്കുന്നത്, അല്ലെ, ഒരു മെന്നിനെയാണ്, മനുഷ്യനെ ആണെങ്കിൽ അവിടെ ആൻസറായി വരുന്ന ആൻസർ എന്താണ്? ഹൂ ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഒന്നാമത്തെ റൂള് ജസ്റ്റ് പഠിച്ചു വെക്കാം. ഡാഷിന് ശേഷം, ഓക്കെ, ഇവിടെ ഡാഷിന് ശേഷം തുടങ്ങുന്ന സെന്റൻസിന്റെ സ്ട്രക്ചർ എങ്ങനെ ആയിരിക്കണം? വെർബ് കൊണ്ടോ അല്ലെങ്കിൽ ഓക്സിലറി വെർബ് കൊണ്ടോ ആണ് തുടങ്ങുന്നതെങ്കിൽ ആൻസർ എന്താണ്? ഹൂ ആണ്. ക്ലിയർ? അപ്പൊ ഈ ചോദ്യം എന്തോ? വി ഓൾവേസ് ലൈക്ക് ബോയ്സ് ഡാഷ് സ്പീക്ക് ദ ട്രൂത്ത്. ഓക്കെ, ഇവിടെ ഡാഷ് സ്പീക്ക് പറഞ്ഞിരിക്കുന്നു. ഇതെന്താ? ക്ലിയർ? ഇതൊരു വെർബാണ്. ഓക്കെ, അപ്പൊ ഡാഷിന് ശേഷം ഡയറക്റ്റ് വെർബ് കൊണ്ട് തുടങ്ങിയാൽ ആൻസർ എന്തായിരിക്കും? ഹൂ ആയിരിക്കും ആൻസർ. ക്ലിയർ ആണോ? അപ്പോൾ ഈ ജസ്റ്റ് ഒരു റൂള് പഠിച്ചു വെക്കാം. വീണ്ടും പറയുന്നു, മനുഷ്യനെ കുറിച്ച് സൂചിപ്പിക്കുന്ന, മെന്നിനെ കുറിച്ച് സൂചിപ്പിക്കുന്ന റിലേറ്റീവ് പ്രോനൗൺ ഹൂ വരാം, ഹുമ്മ് വരാം, ഹൂസ് വരാം. ഓക്കെ, അതിൽ ഹൂ ഉപയോഗിക്കാനുള്ള കൺസ്ട്രക്ഷൻ ആണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. എന്താ? ഡാഷിന് ശേഷം മാത്രം നോക്കുക. ഓൾറെഡി ബോയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെന്താ? മനുഷ്യനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചോദ്യമാണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പൊ ഡാഷിന് ശേഷം തുടങ്ങുന്ന സെന്റൻസ് സ്ട്രക്ചർ എങ്ങനെയാണ്? ഒന്നില്ലെങ്കിൽ വെർബ് കൊണ്ട് തുടങ്ങാം, അല്ലെങ്കിൽ ഓക്സിലറി വെർബ് കൊണ്ട് തുടങ്ങാം. ഓക്കെ, അങ്ങനെ വെർബ് കൊണ്ട് തുടങ്ങിയാലും ഓക്സിലറി വെർബ് കൊണ്ട് തുടങ്ങിയാലും ആൻസർ എന്താണ്? ഹൂ ആണ്. ക്ലിയർ ആണല്ലോ? ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ക്ലിയർ? ചോദ്യം നമ്പർ 2ലേക്ക് പോകുന്നു. ചോദ്യം, ഹി ഈസ് എ മാൻ ഡാഷ് യു ക്യാൻ ട്രസ്റ്റ്. അല്ലെ, ഹി ഈസ് എ മാൻ ഡാഷ് യു ക്യാൻ ട്രസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? വീണ്ടും ചോദ്യം നോക്കുക.
മനുഷ്യനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന റിലേറ്റീവ് പ്രോനൗണാണ് ഈ ചോദ്യത്തിൽ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യത്തിൽ നമ്പർ 1 ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡാഷിന് ശേഷം നോക്കിയാൽ മതി. ഇവിടെയുണ്ട് ഹൂ ഉണ്ട്, ഹും ഉണ്ട്, ഹൂസ് ഉണ്ട് അല്ലേ? സെയിം ചോദ്യങ്ങൾ തന്നെയാണ്, ഓപ്ഷൻസ് ഒക്കെ സെയിം തന്നെയാണ്, ചോദ്യ പാറ്റേൺ മാത്രം മാറുന്നു. ക്ലിയർ ആണല്ലോ? അപ്പോൾ നോക്കാം, ഇവിടെ നോക്കാം, ഈ ഡാഷിന് ശേഷം നോക്കേണ്ട സെന്റൻസ് ആണ് നമുക്ക് വൃത്തിയായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ റൂള് പഠിച്ചു, ഡാഷിന് ശേഷം വെർബോ ഓക്സിലറി വെർബ് വന്നാൽ ആൻസർ എന്താണ്? ഹൂ ആണ്. ക്ലിയർ? ഹൂ ആണ്. ഇനി ഇവിടുത്തെ റൂള് പറയുന്നു, രണ്ടാമത്തെ റൂള് പറയുന്നു, ഡാഷിന് ശേഷം സെന്റൻസ് ആരംഭിക്കുന്നത് പ്രോനൗൺ കൊണ്ടാണെങ്കിൽ, ക്ലിയർ? ഡാഷിന് ശേഷം സെന്റൻസ് ആരംഭിക്കുന്നത് എന്താണ്? പ്രോനൗൺ കൊണ്ടാണെങ്കിൽ അവിടെ ഉപയോഗിക്കേണ്ട ആൻസർ ഹും ആണ്. ക്ലിയർ? അവിടെ ഉപയോഗിക്കേണ്ട ആൻസർ എന്താണ്? ഹും ആണ്. ഓക്കെ, ഈ സെന്റൻസ് സ്ട്രക്ചർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഓക്കെ, ഹി ഈസ് എ മാൻ ഡാഷ് യു ക്യാൻ ട്രസ്റ്റ്. ക്ലിയർ? സെന്റൻസ് ആരംഭിച്ച് നോക്കാം, യു എന്നത് എന്താണ്? പ്രോനൗൺ ആണ്. ക്ലിയർ? യു എന്നത് പ്രോനൗൺ ആണ്. ഓക്കെ, ഹി, ഷീ, ഇറ്റ്, ഐ, യു, വി, ദേ ഇവയാണ് പ്രോനൗൺ ആയിട്ട് കരുതപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഡാഷിന് ശേഷം പ്രോനൗൺ കൊണ്ട് ആരംഭിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ്? ഹും ആണ് വരുന്നത്. സോ ഹി ഈസ് എ മാൻ ഹും യു ക്യാൻ ട്രസ്റ്റ് എന്നാണ് ഇവിടുത്തെ ആൻസർ. ക്ലിയർ ആയല്ലോ? അപ്പോൾ റൂൾ 1 ഡാഷിന് ശേഷം വെർബോ ഓക്സിലറി വെർബ് വരണം. റൂൾ 2 എന്താണ്? ഡാഷിന് ശേഷം പ്രോനൗൺ വന്നാൽ എന്താണ്? ഹും ആണ്. ക്ലിയർ? അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു, ചോദ്യം നമ്പർ 3ലേക്ക് പോകുന്നു. ക്ലിയർ? ചോദ്യം നമ്പർ 3. ഓക്കെ, ചോദ്യം പറയുന്നു, ഈസ് ദാറ്റ് ദ മാൻ ഡാഷ് മോട്ടോർ ബൈക്ക് ഹാസ് ബീൻ സ്റ്റോളൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഈസ് ദാറ്റ് ദ മാൻ ഡാഷ് മോട്ടോർ ബൈക്ക് ഹാസ് ബീൻ സ്റ്റോളൻ. വീണ്ടും ചോദ്യം എന്ത് തന്നെയാണ് അല്ലെ? മെന്നിനെ കുറിച്ചാണ്. അപ്പോൾ ഓപ്ഷൻ ലോകമായിട്ടും ഹൂവും അല്ലെ, ഹുമ്മും ഹൂസും പിന്നെ ഒരു ദാറ്റും ഉണ്ടാകാം. ഓപ്ഷൻ ഏതോ ആയിക്കോട്ടെ. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നു, വീണ്ടും ഡാഷിന് ശേഷം തൊട്ടടുത്തുള്ള സെന്റൻസ് സ്ട്രക്ചർ നോക്കിയാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. ക്ലിയർ? ഇവിടെ എന്താണ്? ഡാഷിന് ശേഷം മോട്ടോർ ബൈക്ക് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ റൂൾ നമ്പർ 3 നോക്കാം. ഓക്കെ, ഡാഷിന് ശേഷം തുടങ്ങുന്ന സെന്റൻസ് ഒരു നൗണ് കൊണ്ടോ, ഓക്കെ, നൗണ് കൊണ്ടോ ഓർ അഡ്ജക്റ്റീവ്, ഓക്കെ, അഡ്ജക്റ്റീവ് കൊണ്ടോ ആണെങ്കിൽ അവിടെ വരുന്നത് ഹൂസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഹൂസ് ആണ് ഉപയോഗിക്കേണ്ടത്. ക്ലിയർ? ഇവിടെ എന്താണ്? ഈസ് ദാറ്റ് ദ മാൻ ഡാഷ് മോട്ടോർ ബൈക്ക്. ക്ലിയർ? മോട്ടോർ ബൈക്ക് എന്താണ്? ഇതൊരു നൗണാണ്. ക്ലിയർ? മോട്ടോർ ബൈക്ക് എന്നത് ഒരു നൗണാണ്. സോ ആൻസർ എന്ത് വരും? ഹൂസ് ആണ് ഉപയോഗിക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ മനുഷ്യനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന 3 റിലേറ്റീവ് പ്രോനൗണ്, 1 ഹൂ, 2 ഹും, 3 ഹൂസ്. അപ്പോൾ ഹൂ എങ്ങനെ ഉപയോഗിക്കണം? ഓക്കെ, ഹൂ എങ്ങനെ ഉപയോഗിക്കണം? ഹൂ ഉപയോഗിക്കണമെങ്കിൽ ഡാഷിന് ശേഷം എന്ത് വരണം അല്ലേ? വെർബ് വരാം, അല്ലെങ്കിൽ ഓക്സിലറി വെർബ് വരാം. ക്ലിയർ? ഹൂ ഉപയോഗിക്കണമെങ്കിൽ വെർബ് വരാം ഓർ ഓക്സിലറി വെർബ് വരാം. ഓക്കെ, ഇനി അടുത്തത് ഡാഷിന് ശേഷം പ്രോനൗൺ കൊണ്ടാണ് ആരംഭിക്കുന്നെങ്കിൽ, പ്രോനൗൺ കൊണ്ട് ആരംഭിക്കുകയാണെങ്കിൽ ആൻസർ എന്ത് വരും? ഹും വരും. ക്ലിയർ? ഈ 3 റൂള് മാത്രം ഓർത്തിരുന്നാൽ റിലേറ്റീവ് പ്രോനൗൺ മനുഷ്യനുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഏറ്റവും സിമ്പിൾ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആണല്ലോ? ഈ 3 റൂള് ഓർത്ത് വയ്ക്കാം. നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ചോദ്യം നമ്പർ 4. നമ്മൾ വേഗം ചെയ്തു പോകുന്നു. ചോദ്യം ആരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് നോക്കുന്നു, ഓപ്ഷനിലേക്ക് പോകുന്നു, ആൻസർ ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ? റൂള് പഠിച്ചു കഴിഞ്ഞു. ചോദ്യം, എ ഫ്രണ്ട് ഓഫ് മൈൻ ഡാഷ് ഈസ് എ ലോയർ ഹെൽപ്ഡ് മീ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ എ ഫ്രണ്ട് ഓഫ് മൈൻ. ക്ലിയർ? അപ്പോൾ ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്ത് തന്നെയാണ് അല്ലേ? മെന്നിനെ കുറിച്ച് തന്നെയാണ് ഇവിടെ ചോദ്യം. മെന്ന് വരുമ്പോൾ എന്ത് ചെയ്യണം? ഹൂവും ഹുമ്മും ഹൂസും ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, നേരെ നോക്കുന്നു. എ ഫ്രണ്ട് ഓഫ് മൈൻ ഡാഷ്, ഡാഷിന് ശേഷം തുടങ്ങുന്ന സെന്റൻസ് സ്ട്രക്ചർ നോക്കുക. ഡാഷിന് ശേഷം
ഈസ് വെച്ചാണ് തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ വെർബ് ഡാഷിന് ശേഷം വെർബ് കൊണ്ടോ ഓക്സിലറി വെർബ് കൊണ്ടോ തുടങ്ങിയ ആൻസർ എന്താണ്? ഹു ആയിരിക്കും ആൻസർ. പഠിച്ചിട്ടുണ്ട്, ഒന്നാമത്തെ റൂളിൽ പഠിച്ചിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? സെക്കൻഡിനുള്ളിലൂടെ എന്ത് ചെയ്തു? ആൻസർ ചെയ്ത് കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ഡാഷിന് ശേഷം ഈസ് എന്ന ഓക്സിലറി വെർബ് കൊണ്ടാണ് തുടങ്ങിയത്. അപ്പൊ വെർബ് കൊണ്ടോ ഓക്സിലറി വെർബ് കൊണ്ടോ ആണ് ചോദ്യം മനുഷ്യനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ആൻസർ ഹു. ക്ലിയർ? അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പൊ നോക്കാം. കേരളത്തില് കേട്ടറ്റിൽ ഏറ്റവും കൂടുതൽ വിജയം സമ്മാനിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എയിം സ്റ്റഡി സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ LPUPയിലും ഒരുപാട് പേര് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലിസ്റ്റിൽ കയറ്റാൻ പറ്റി. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും LPUP ഓർ കേട്ടറ്റിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എയിംസിന്റെ ഒഫീഷ്യൽ നമ്പറിലേക്ക് എന്ത് ചെയ്യാം? ബന്ധപ്പെടുക. നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത ഭാഗത്തിലേക്ക് കടക്കും. ഓക്കെ, ചോദ്യം നമ്പർ 5. ക്ലിയർ? ദിസ് ഈസ് മൈ കസിൻ ഡാഷ് ഐ വാസ് സ്പീക്കിംഗ് ഓഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചോദ്യം ദിസ് ഈസ് മൈ കസിൻ. കസിനെ കുറിച്ചാണ് ചോദ്യം. എന്താ? ഒരു മെന്നിനെ കുറിച്ചാണ്. ഓക്കെ, മെന്നിനെ കുറിച്ച് വരുമ്പോൾ ഹൂ ഹും ഹൂസ് വരാം. സ്ട്രക്ചർ നോക്കുക. ഡാഷിന് ശേഷം ഐ വാസ് സ്പീക്കിംഗ് ആണ്. ഐ എന്താണ്? ക്ലിയർ, ഒരു പ്രോനൗൺ സബ്ജക്റ്റ് ആണ് അല്ലേ? എന്താണ്? ഒരു പ്രോനൗൺ സബ്ജക്റ്റ് ആണ്. അപ്പൊ അവിടെ വരുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി എന്താണ്? ഹും ആണ് ഇവിടത്തെ ആൻസർ ആയിട്ട് വരുന്നത്. സിമ്പിൾ അല്ലേ? വളരെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യും? സാധിക്കും. ഓക്കെ, അടുത്ത ചോദ്യം. ഹിയർ ഈസ് എ ബുക്ക് ഡാഷ് കണ്ടെയ്ൻസ് പിക്ചർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ ചോദ്യത്തിൽ ആരുമായി ബന്ധപ്പെട്ട റിലേറ്റീവ് പ്രൊനൗൺ ആണ് ഉപയോഗിക്കേണ്ടത്? ഇവിടെ തന്നെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഹിയർ ഈസ് എ ബുക്ക്. ഒരു ബുക്കുമായി അല്ലെ, ഒരു വസ്തുവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കേണ്ട റിലേറ്റീവ് പ്രൊനൗൺ ആണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നോക്കാം. വസ്തുക്കളെ കുറിച്ച് അഥവാ തിങ്സിനെ കുറിച്ച് പറയുമ്പോൾ ഉപയോഗിക്കേണ്ട റിലേറ്റീവ് പ്രൊനൗൺ ആണ് വിച്ച് ഉപയോഗിക്കാം. നമുക്ക് വിച്ച് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ദാറ്റ് ഉപയോഗിക്കാം. ക്ലിയർ? എന്തിനെ കുറിച്ച് പറയുമ്പോൾ ഒരു തിങ്സ്. ക്ലിയർ? ഇവിടെ ഒരു തിങ്സ് ആയ ഒരു ബുക്കിനെ കുറിച്ചാണ് പറഞ്ഞത്. ഒരു തിങ്സിനെ കുറിച്ച് പറയുമ്പോൾ ഉപയോഗിക്കേണ്ട റിലേറ്റീവ് പ്രൊനൗൺ ആണ് വിച്ച് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ദാറ്റ് ഉപയോഗിക്കാം. ഓക്കെ, ഇവിടെ ഓപ്ഷനിൽ പിന്നെ ഒന്നും തന്നെ നമുക്ക് നോക്കാനില്ല. ഡി എന്തുണ്ട്? ദാറ്റ് കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ചിലവർക്ക് ഡൗട്ട് ഉണ്ടാവും. രണ്ടും ഓപ്ഷനിൽ കൊടുത്താൽ നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, രണ്ടും ഓപ്ഷനിൽ കൊടുത്താൽ എന്ത് ചെയ്യും? അപ്പോൾ നോക്കാം. വിച്ചും ദാറ്റും ഒരു തിങ്സിനെ കുറിച്ച് പറഞ്ഞ ശേഷം ഓപ്ഷനിൽ കൊടുക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും സെന്റൻസിൽ അല്ലെങ്കിൽ ചോദ്യത്തിൽ കോമ ഉണ്ടെങ്കിൽ മാത്രം എന്തുപയോഗിക്കുക? വിച്ച് ഉപയോഗിക്കുക. ക്ലിയർ? അത് ഒരു തിങ്സിനെ പറഞ്ഞ ശേഷം ആ ചോദ്യത്തിൽ എവിടെയെങ്കിലും കോമ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉപയോഗിക്കേണ്ടത് എന്താണ്? വിച്ചാണ്. അല്ലാത്തപ്പോൾ എപ്പോഴും ആൻസർ എന്താണ്? ദാറ്റ് ആയിട്ടാണ് വരിക. ഓക്കെ, ഇവിടെ വലിയ കൺഫ്യൂഷൻ ഒന്നുമില്ല. ഓക്കെ, ഇതേ ചോദ്യത്തിൽ എന്ത് ചെയ്യും? വിച്ചും ദാറ്റും തരികയാണെങ്കിൽ ഈ ചോദ്യത്തിൽ എവിടെയും എന്തില്ല? കോമയൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ ആൻസർ എന്തായിരിക്കും? ദാറ്റ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. 7ാമത്തെ ചോദ്യം. ഐ ഹാവ് സീൻ ദ ബേർഡ് ഡാഷ് യു ഡിസ്ക്രൈബ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആരിനെ കുറിച്ചാണ്? ദ ബേർഡിനെ കുറിച്ചാണ് അല്ലെ? ഒരു പക്ഷിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അനിമൽസിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അവിടെ ഉപയോഗിക്കേണ്ട റിലേറ്റീവ് പ്രൊനൗൺ ആണ് വിച്ച്. ക്ലിയർ ആണല്ലോ? അനിമൽസിനെ കുറിച്ച് പറയുമ്പോൾ ഉപയോഗിക്കേണ്ട റിലേറ്റീവ് പ്രൊനൗൺ ഏതാണ്? വിച്ച് ആണ്. ഓക്കെ, സോ ഇവിടെ ചോദ്യം ഐ ഹാവ് സീൻ ദ ബേർഡ് ഡാഷ് യു ഡിസ്ക്രൈബ് ആൻസർ വിച്ച് യു ഡിസ്ക്രൈബ് എന്നതാണ്. ക്ലിയർ അല്ലേ? ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. 8ാമത്തെ ചോദ്യം. ചോദ്യം നമ്പർ 8. ക്ലിയർ? സോ ചോദ്യം പറയുന്നു ഹി ഈസ് ദ ബെസ്റ്റ് ടീച്ചർ ഡാഷ് ഈസ് അവൈലബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഹി ഈസ് ദ ബെസ്റ്റ് ടീച്ചർ ഡാഷ് ഈസ് അവൈലബിൾ. ഇവിടെ ചോദ്യം നമ്മൾ ടീച്ചർ ആണല്ലോ. ഓക്കെ, ഹി ഈസ് ദ ബെസ്റ്റ് ടീച്ചർ ആണല്ലോ എന്ന് പറഞ്ഞ ശേഷം
സെൻറ്റൻസിൽ ഈസ് വന്നുകൊണ്ട് നേരെ ചാടി എന്തടിക്കും ഹൂ അടിക്കും. ഹൂ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും ഹൂ എഴുതാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ക്ലിയർ ആണല്ലോ? കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡാഷിന് ശേഷം വെർബോ ഓക്സിലറി വെർബോ ആണ് സെൻറ്റൻസ് വരുന്നതെങ്കിൽ അവിടെ എന്താ ഉപയോഗിക്കണം ഹൂ ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എങ്കിൽ ഇതിൽ നിന്നും വ്യത്യസ്തമായ റിലേറ്റീവ് പ്രൊനൗൺ എന്ന് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ഓക്കെ ഹി ഈസ് ദ ബെസ്റ്റ് ടീച്ചർ. അതായത് ഇവിടെ തന്നിരിക്കുന്ന ദ ബെസ്റ്റ് ടീച്ചർ എന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രീനെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ് അല്ലേ? സൂപ്പർലേറ്റീവ് ഡിഗ്രീനെ സൂചിപ്പിക്കുന്ന പദമാണ് ദ ബെസ്റ്റ്, ദ ടോള് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ റിലേറ്റീവ് പ്രോനൗണിൽ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ മനുഷ്യനെ അഥവാ മെന്നിനെ സൂചിപ്പിക്കുകയാണെങ്കിൽ അവിടെ ഉപയോഗിക്കേണ്ടത് പിന്നെ ഹുവോ ഹുമ്മോ ഹൂസോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, ഇങ്ങനെ വരുന്ന സന്ദർഭം സൂപ്പർലേറ്റീവ് ഡിഗ്രി വരുന്ന സന്ദർഭത്തിൽ ഉപയോഗിക്കേണ്ട ആൻസർ ആണ് അഥവാ റിലേറ്റീവ് പ്രോനൗൺ ആണ് എന്ത് ദാറ്റ്. സോ ഈ ചോദ്യത്തിന്റെ ആൻസർ ബി ആണ്, ദാറ്റ് ആണ് കറക്റ്റ്. ക്ലിയർ? അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഒന്നും കൂടെ പറയുന്നു, ഓർത്ത് വയ്ക്കുക. ചോദ്യം സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലാണെങ്കിൽ തന്നിരിക്കുന്നത് റിലേറ്റീവ് പ്രോനൗൺ മെൻ ആണെങ്കിൽ അവിടെ പിന്നെ ഹൂവും ഹുമ്മും ഹൂസും ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ആൻസർ എന്തായിരിക്കും? ദാറ്റ് ആയിരിക്കും. അപ്പോൾ റിലേറ്റീവ് പ്രോനൗണിൽ സൂപ്പർലേറ്റീവ് ഡിഗ്രി വരുമ്പോൾ ആൻസർ ദാറ്റ്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? പഠിച്ചു വയ്ക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. 9ാമത്തെ ചോദ്യം. ഓക്കെ, 9ാമത്തെ ചോദ്യം കാണുമ്പോൾ തന്നെ വലിയ ചോദ്യങ്ങളൊക്കെ ആയി തോന്നുന്നുണ്ട്. ഓക്കെ, എന്താ? നമാമി ഗംഗ പ്രൊജക്ട് ക്ലീൻഡ് ദ ഗംഗ ഡാഷ് വാട്ടർ ഈസ് കൺസിഡേർഡ് ഹോളി ബൈ ഹിന്ദുസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പറയുമ്പോൾ വലിയ പേരൊക്കെയാണ് നമുക്ക് തോന്നിയെങ്കിലും ഓക്കെ ഒന്നുമില്ല. ക്ലിയർ? ചോദ്യം വളരെ സിമ്പിളായിട്ട് നമുക്ക് വായിച്ചെത്താവുന്നേ ഉള്ളൂ. ഇവിടെ ഒരു റൂൾ മാത്രമേ അപ്ലിക്കബിൾ ആവുന്നുള്ളൂ. ഒന്നുമില്ല, നദിയുടെ പേര് വരുമ്പോൾ ഓക്കെ നദിയുടെ പേര് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ പേരിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന റിലേറ്റീവ് പ്രോനൗൺ ഏത് തന്നെയാണ്? ഹൂസ് ആണ് ഉപയോഗിക്കേണ്ടത്. ക്ലിയർ? വളരെ സിമ്പിളായിട്ട് ഓർത്തിരുന്നാൽ മതി. ക്ലിയർ? ഒരു നദിയുടെ പേര്, ഇവിടെ ദ ഗംഗ എന്ന നദീനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പോയിന്റ് ഇത്രയേ ഉള്ളൂ. നദിയുടെ പേരോ ഒരു രാജ്യത്തിൻ്റെ പേരോ ആണ് വരുന്നതെങ്കിൽ അവിടെ ഉപയോഗിക്കേണ്ട റിലേറ്റീവ് പ്രോനൗൺ ആണ് എന്ത്? ഹൂസ് ആണ്. ക്ലിയർ? ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. വളരെ സിമ്പിൾ പോയിന്റുകളാണ് നമുക്കിവിടെ പഠിച്ചു വെക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, ചോദ്യം നമ്പർ 10. ദാറ്റ് ഈസ് ദ പ്ലേസ് ഡാഷ് ഐ ലീവ്. ക്ലിയർ? ഈ ചോദ്യത്തിൽ പറയുന്നത് ദാറ്റ് ഈസ് ദ പ്ലേസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പ്ലേസിനെ കുറിച്ച് പറയുമ്പോൾ ഉപയോഗിക്കേണ്ട റിലേറ്റീവ് പ്രോനൗൺ ഏതാണെന്നാണ് ഇവിടുത്തെ ചോദ്യം. വളരെ സിമ്പിളാണ്. പ്ലേസിനെ കുറിച്ച് പറയുമ്പോൾ ഉപയോഗിക്കുന്ന റിലേറ്റീവ് പ്രോനൗൺ ആണ് വേർ. ഓക്കെ, സ്ഥലങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഉപയോഗിക്കേണ്ട റിലേറ്റീവ് പ്രോനൗൺ ആണ് വേർ. ആ പ്ലേസിനെ കുറിച്ച് പറയുമ്പോൾ എന്ത് ഉപയോഗിച്ചാൽ മതി? വേർ എന്ന റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിച്ചാൽ മതി. ക്ലിയർ ആകുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് 10 ചോദ്യത്തിലായിട്ട് പഠിച്ചത്. ഓക്കെ, ഈ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഒന്നും കൂടെ റിവൈസ് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, 10 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എയിം സ്റ്റഡി സെൻറ്റർ എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും? അപ്പോൾ തന്നെ എത്തിച്ചേരുന്നതായിരിക്കും. താങ്ക് യു.